ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയ കേസിൽ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കുന്നതിൽ തീരുമാനമെടുക്കുക രേഖകൾ പരിശോധിച്ച ശേഷമായിരിക്കുമെന്നും കോടതി വ്യക്തമാക്കുന്നു. അടിയന്തരമായി സ്വർണ്ണപ്പാളി തിരിച്ചെത്തിക്കണമെന്ന് ഇപ്പോൾ പറയുന്നില്ല എന്നും കോടതി നിലപാട് വിശദീകരിക്കുകയാണ്. രാഗിൻ കൊച്ചിയിൽ നിന്നുണ്ട്. രാഗിൻ, ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ നിലപാടിനെതിരെയായിരുന്നു കോടതി നിലപാട് സ്വീകരിച്ചിരിക്കുന്നപ്പോൾ രേഖകൾ ഹാജരാക്കാൻ അതുൾപ്പെടെ എന്തൊക്കെ ഇടപെടലുകൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് തുടർന്നുണ്ടാകുന്നുണ്ട്? അതായത് ശബരിമലയിലെ ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങൾ, അതിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട സംഭവമാണ് പ്രധാനമായും ചർച്ചയ്ക്ക് വന്നിരുന്നത്. ആ വിഷയത്തിൽ നേരത്തെ സർക്കാർ പുനഃപരിശോധന പെറ്റീഷൻ കോടതിക്ക് മുൻപാകെ നൽകിയിരുന്നു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ന് പരിഗണിച്ചത്. പ്രധാനമായും അതിൽ ഏറ്റവും പ്രധാനമായും ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്നത് ഈ രേഖകൾ ഹാജരാക്കാൻ ആണ് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2018 മുതലുള്ള രേഖകളടക്കം ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള രേഖകൾ പരിശോധിച്ച ശേഷം തീരുമാനം പറയാം. സ്വാഭാവികമായിട്ടും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു പെറ്റീഷൻ നൽകിയിരിക്കുന്ന ഘട്ടത്തിലാണ് കോടതി ഇത്തരത്തിലൊരു തീരുമാനം പറഞ്ഞിരിക്കുന്നത്. അടിയന്തരമായി തിരിച്ചെത്തിക്കണമെന്ന് ഇപ്പോൾ പറയുന്നില്ല, മറിച്ച് ഈ രേഖകളടക്കം പരിശോധിച്ച ശേഷം ഉടൻ തീരുമാനം പറയാം എന്ന നിലയ്ക്കാണ് കോടതി ഇപ്പോൾ പറഞ്ഞതായി നമുക്ക് വ്യക്തമാകുന്നത്. ഇതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അതായത് നടപടിക്രമങ്ങളിൽ പാളിച്ചകൾ ഉണ്ടായിട്ടില്ല, മാത്രമല്ല ഇത്തരത്തിൽ ഇത് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതാണെന്ന കാര്യം ഉൾപ്പെടെ വന്നിരുന്നു, ബോർഡിന് മുന്നിൽ വന്നിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതോടൊപ്പം അനുമതി തേടാതെ ഇത് കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡ് ഒരു ഖേദപ്രകടനവും കോടതിക്ക് മുൻപാകെ നടത്തിയിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഈ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ കോടതി തുടർ നടപടികൾ സ്വീകരിക്കും. അത് ഈ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് വ്യക്തമാകുന്നത്. നേരത്തെ ഈ സർക്കാരിനോട് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോട് ഇത് കൊണ്ടുപോയത് അനുചിതമാണ്, അല്ലെങ്കിൽ അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അത് തിരികെ എത്തിക്കണം എന്ന നിർദ്ദേശമാണ് അല്ലെങ്കിൽ ഉത്തരവാണ് കോടതി നൽകിയിരിക്കുന്നത്. അതിൽ ആണ് സർക്കാർ വീണ്ടും കോടതിയെ സമീപിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല 12 പീസുകളാണ്, അതായത് 12 കവചങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. അതിൽ 4 എണ്ണത്തിന് മറ്റു പ്രശ്നങ്ങളില്ല, അതിൽ 4 എണ്ണത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. അതിന്റെ അറ്റകുറ്റപ്പണിയാണ് ഇപ്പോൾ ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് വിശദീകരിച്ചിരിക്കുന്നത്.